ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജ്യം വിട്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അർജുൻ, ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലഗോപാൽ, ഇപ്പോൾ കെ.പി. ശർമ്മ ഒലി രാജ്യം വിട്ടോ? എങ്ങോട്ടേക്കാണ്? ചൈനയിലേക്കോ ദുബായിലേക്കോ? ദിവിഷ, ഈ രാജ്യം വിട്ടു എന്നതിനെ നമുക്ക് ഔദ്യോഗികമായി പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ കെ.പി. ശർമ്മ ഒലിയുമായി വഹിച്ചുകൊണ്ടുള്ള സൈനിക ഹെലികോപ്റ്റർ അല്പസമയം മുമ്പ് കാഠ്മണ്ഡുവിൽ നിന്ന് പറന്നുയർന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഒരു സൈനിക ഹെലികോപ്റ്ററിലാണ് ഇപ്പോൾ ഈ കാഠ്മണ്ഡുവിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്ന വിവരം നമുക്ക് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയും. കാരണം അതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഹെലികോപ്റ്ററിലായതിനാൽ തന്നെ അത് ദീർഘമായ ഒരു സഞ്ചാരമായിരിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരുപക്ഷെ കാഠ്മണ്ഡുവിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഈ കാഠ്മണ്ഡു വിടുകയും മറ്റൊരു സുരക്ഷിത സ്ഥലത്ത് എത്തിയതിനു ശേഷം അവിടെ നിന്ന് രാജ്യം വിടുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരുപക്ഷെ തൊട്ടടുത്തുള്ള ചൈനയിലേക്ക് അദ്ദേഹം പോകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ചൈന അദ്ദേഹത്തിന് അഭയം നൽകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. നേരത്തെ ഈ നേപ്പാൾ കേന്ദ്രീകരിച്ചിട്ടുള്ള കാഠ്മണ്ഡുവിലെ മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ കെ.പി. ശർമ്മ ഒലി അദ്ദേഹം ദുബായിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം ഈ അടുത്ത ആൾക്കാരോടും അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആൾക്കാരോടും അതുപോലെ തന്നെ സൈന്യത്തെയും അറിയിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ സൈന്യം അദ്ദേഹത്തോട് എത്രയും വേഗം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അങ്ങനെ മാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായി ഈ കാഠ്മണ്ഡു വിട്ട് അല്ലെങ്കിൽ നേപ്പാളിന് പുറത്തേക്ക് പോകുന്നതിനുള്ള സാഹചര്യം സൈന്യം ഒരുക്കും എന്നായിരുന്നു റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാഠ്മണ്ഡുവിലെ ഒരു ഗ്രൗണ്ടിൽ നിന്ന്, അതായത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ ഗ്രൗണ്ടിൽ നിന്നാണ് ഇപ്പോൾ കെ.പി. ശർമ്മ ഒലിയും വഹിച്ചുകൊണ്ടുള്ള നേപ്പാൾ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ ഇപ്പോൾ പൊങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഒരു പക്ഷേ മറ്റൊരു സ്ഥലത്ത് ആ ചോപ്പർ ലാൻഡ് ചെയ്തതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഈ ദുബായിലേക്കോ അതല്ല ചൈനയിലേക്കോ പോകാനുള്ള സാധ്യതയാണ് ഉണ്ടാകുമ്പോൾ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ നിലപാടെന്താണ്? ഇപ്പോഴും കലാപ സമാനമായ സാഹചര്യം തുടരുകയാണോ? മറ്റൊരാൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ടോ? എന്താണ് സ്ഥിതി? കാഠ്മണ്ഡുവിൽ ഈ വ്യാപകമായ തോതിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വലിയ അതിശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനം, നേപ്പാളിലെ ആസ്ഥാനം തീയിട്ടുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കെ.പി. ശർമ്മ ഒലിക്ക് പുറമെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കളും നേപ്പാളിൽ നിന്ന് അവിടെ നിന്ന് പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ന് രാവിലെ മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. സൈന്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഈ വിമാനത്താവളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളൊക്കെ എങ്ങോട്ടേക്കാണ് പോയതെന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ കാഠ്മണ്ഡുവിൽ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പല മന്ത്രിമാരുടെയും വീടുകൾക്ക് തീയിട്ടിരുന്നു. കെ.പി. ശർമ്മ ഒലിയുടെ ഈ സ്വകാര്യ വസതിക്ക് നേരെയും നേരത്തെ ഇന്ന് പുലർച്ചെ ആ വസതിയുടെ ഒരു ഭാഗം തീയിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. സൈന്യം ഈ കാഠ്മണ്ഡുവിൻ്റെ നിയന്ത്രണം ഏതാണ്ട് ഏറെക്കുറെ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം സംഘർഷബാധിത പ്രദേശങ്ങളിലെല്ലാം തന്നെ സൈന്യത്തെ വിന്യസിച്ചിരുന്നു. ഇന്ന് രാവിലെയും വലിയ തോതിലുള്ള സംഘർഷമാണ് ഈ കാഠ്മണ്ഡുവിലെ തെരുവുകളിലും മറ്റും ഉണ്ടായിരുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് സൈന്യത്തിന് ഒരു പരിധി വരെ ഈ സംഘർഷം കുറച്ചുകൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ ഈ കെ.പി. ശർമ്മ ഒലി രാജിവെക്കുകയും അദ്ദേഹം രാജ്യം വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായതിനെ തുടർന്ന് ഈ സമരത്തിൽ നിന്ന്, പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുമോ എന്നാണ് ഇനി അറിയേണ്ടതായി ഉള്ളത്. അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഈ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നതായിരുന്നു. ആ രാജി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിനു പുറമെ പ്രധാനമന്ത്രി രാജ്യം വിട്ടുപോകുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ ഒരു സംഘർഷ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സൈന്യത്തിന് ചില മേഖലകളിലെങ്കിലും പൂർണ്ണമായി അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാഠ്മണ്ഡുവിൽ ലഭിക്കുന്ന. നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം രാജ്യം വിടാനുള്ള സാധ്യതകളാണ്. സൈനിക ഹെലികോപ്റ്ററിൽ അദ്ദേഹം പറന്നുയർന്നിരിക്കുന്നു എന്നതാണ്. എങ്ങോട്ടേക്കാണ് പോവുക എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല.